അധ്യക്ഷനും സ്വാഗതത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു തോറ്റുപോയി. തോൽക്കുന്നതും ജയിക്കുന്നതിലും പഠിക്കാനുണ്ടെന്നാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതിലത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. തോറ്റിട്ട് നിങ്ങൾ പഠിച്ചല്ലോ, ഇനി ജയിച്ചോനെ പഠിപ്പിക്കുന്നതാണ് 6-ാം തീയതിയിലെ ഉത്തരവാദിത്തം. അത് നിങ്ങൾ നിർവഹിച്ചാൽ മതി. 5 കൊല്ലം തോറ്റിട്ട് പഠിച്ചല്ലോ. നിങ്ങൾ വിചാരിച്ചാൽ തോക്കുമായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ തോറ്റുപോയത്? രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തമാശ കളിയല്ല. രാഷ്ട്രീയം ഗൗരവത്തോടെ നിർവഹിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തമാണ്. വെറുതെ നിങ്ങളെ കൈയടിക്ക് വേണ്ടി പ്രസംഗിച്ചു പോയിട്ടൊന്നും എനിക്ക് ഒരു കാര്യമൊന്നുമില്ല. നിങ്ങളാണ് തോറ്റതിന്റെ ഉത്തരവാദികൾ. ഇവിടുത്തെ UDF-കാരനാണ്, ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. അത് തിരുത്തേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. എനിക്കിവിടെ വോട്ടില്ല, കണ്ണൂരാണ്. അതുകൊണ്ട് ഞാനുമല്ല. രാഷ്ട്രീയത്തിലെ കൈപ്പിടകൾ വലിയ പ്രശ്നം ഉണ്ടാവും. കൊടുവള്ളി പോലെ ഭദ്രമായ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ട് എന്നതുകൊണ്ട് അതിനകത്ത് സംഭവിക്കുന്ന ചെറിയ പിഴവുകൾ പോലും അപകടമുണ്ടാക്കും. നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നത്, ഓർക്കണം. ഒരു നാടിനു വേണ്ടിയാണ്. നിങ്ങളുടെ ദേഷ്യവും നിങ്ങളുടെ ചൊറിയും തീർക്കാനുള്ളതല്ല ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അത് രാജ്യം നിലനിൽക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ആ ബോധ്യമാണ് വേണ്ടത്. ആ ബോധ്യമാണ് വേണ്ടത്. തെരഞ്ഞെടുക്കുന്നത് വ്യക്തികളെയല്ല, ഒരു ആശയത്തെയാണ്. തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും പേരല്ല, ഒരു പ്രസ്ഥാനത്തെയാണ്. ആ ഉത്തരവാദിത്വം മറക്കുന്നുണ്ടോ? മറക്കുന്നുണ്ടെങ്കിൽ ക്ഷീണമുണ്ടാകും. അത് ജനാധിപത്യത്തിന്റെ ക്ഷീണാണ്, അഹമ്മദിന്റെയും പോക്കറിന്റെയും ക്ഷീണമല്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതത്തിന്റെയും ക്ഷീണമല്ല. ജയിച്ചു വരിക എന്ന് പറയുന്നത് നഷ്ടം കൊടുവള്ളിക്കാണ്. കൊടുവള്ളി ഈ നാടിന്റെ പേരാണ്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ രാഷ്ട്രീയക്കാരന്റെയോ പേരല്ല. ഇവിടുത്തെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും കൊടുവള്ളിക്കാരന്റെ പേരാണ് കൊടുവള്ളി എന്നത്. ആ നാട്ടിന്റെ നഷ്ടാണ്. ആരോടെങ്കിലും ദേഷ്യം വന്നിട്ട് അന്തോ കുന്നും തിരിയാത്തവനെ അപ്പം ജയിപ്പിച്ചു വിട്ടിട്ട് അവസാനം 5 കൊല്ലം കഴിഞ്ഞിട്ട് കരയല്ല വേണ്ടത്, കരയല്ല വേണ്ടത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കൈപ്പിഴ കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതിന് 5 കൊല്ലം കാത്തിരിക്കണം. പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കാനുള്ള അവസരമാണ് 6-ാം തീയതി. ഓർത്തു വെക്കുന്നത് നല്ലതാണ്. തിരുത്തണം, ഈ നെറികേടുകളെ തിരുത്തണം. താൽക്കാലികമായി കണ്ണ് മൂടി പറ്റിക്കുന്നവരെ തിരുത്തണം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവരെ തിരുത്തണം. ഒരുമിച്ച് നിൽക്കണം. ഇത് കേവലം ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പല്ല. ഇന്ത്യ മഹാരാജ്യത്ത് BJP-ക്ക് അടി കൊടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. BJP ഇത്ര ജാഗ്രതയോടെ നിൽക്കുന്നത് എന്തിനാണ്? ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പിണറായി വിജയനുമായുള്ള ഏറ്റുമുട്ടലാണെന്ന്? അല്ല. കോൺഗ്രസ് മുക്തമായ ഒരു നാടിനെ കാത്തിരിക്കുന്ന നരേന്ദ്രമോദിയും അമിത് ഷായും ഉണ്ട് അവിടെ. അവർക്കെതിരെയാണ് വോട്ട് ചെയ്യേണ്ടത്. അത് കൊടുവള്ളിക്കാരന്റെ ചെറിയ ചെറിയ എന്താണ് ചൊറിച്ചിലുകളും അവരുടെ ചെറിയ ചെറിയ ദേഷ്യങ്ങളും അവർ തമ്മിലുള്ള ചെറിയ ചെറിയ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തീർക്കാനുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പ്. രാജ്യം നിലനിൽക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നമ്മൾ ഇതൊക്കെ. അസ്തിത്വം, വ്യക്തിത്വം, അഭിമാനം, അന്തസ്, ഇസ്സത്ത് ഒക്കെ ഉണ്ടാക്കിയത്. ഒരുപാട് അധ്വാനം ഉണ്ട് അതിന്റെ പിറകില്. താൽക്കാലികമായ വർത്തമാനങ്ങൾ കൊണ്ട് തീർക്കാനാവൂല. പൂക്കോയ തങ്ങളുടെ അവസാനത്തെ പ്രസംഗാണ് കാഞ്ഞങ്ങാട് വെച്ച്. ദയവ് ചെയ്ത് നിങ്ങൾ 10-ാം ക്ലാസ് പഠിക്കട്ടെ, 10-ാം ക്ലാസ് വരെയെങ്കിലും നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്ന്. ആ പെൺകുട്ടികളാണ് തല ഉയർത്തി നമ്മുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നത്. അവരുടെ തല താഴ്ത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ജയിച്ചു വന്ന കുട്ടികളെയും നമ്മളെയും പിറകിലേക്ക് കൊണ്ടുപോകാൻ ആ ശ്രമമാണ്. ഒരു തമാശയല്ല ഈ തെരഞ്ഞെടുപ്പ്. യൂത്ത് ലീഗിനെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ സമയത്താണ് വേണ്ടത് പറഞ്ഞത്. നിങ്ങൾ സമയത്താണ് ഈ സമരം നയിച്ചത്. ആ സമരത്തിന്റെ ആവേശം ചോർന്നു പോകാതെ ഇതൊരു നിയ്യത്തായി, ഇതൊരു ഇസ്സത്തിനു വേണ്ടിയുള്ള പോരാട്ടമായി നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നതിന്. ഫൈസൽ ബാബു മലപ്പുറത്തെ സാദിഖലി തങ്ങളുടെ തെരഞ്ഞെടുപ്പ്